മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി അറിയേണ്ടിയിരിക്കുന്നു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പിന്തുണ തേടി BJP. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിച്ചു. CP രാധാകൃഷ്ണന് പിന്തുണ തേടിയാണ് സംസാരിച്ചത്. ശ്രീകാന്ത്, എന്തായാലും ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കാണോ, അല്ലെങ്കിൽ തന്നെ മത്സരമുണ്ടായാൽ CP രാധാകൃഷ്ണന് ജയം സുനിശ്ചിതമാണ്, അതുകൊണ്ട് തന്നെ ഒരു മത്സരം ഒഴിവാക്കി ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് CP രാധാകൃഷ്ണനെ അവതരിപ്പിക്കാം എന്നതാണോ BJPയുടെ തീരുമാനം? ഇത്തരത്തിൽ ഒരു സംശയവും വേണ്ട രാഖി. അതായത് BJP രാജ്നാഥ് സിംഗിനാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തോട് സംസാരിക്കാൻ ചുമതല നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയും ഒരുപക്ഷെ സംസാരിച്ചേക്കും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കാരണം മത്സരമുണ്ടായാൽ വോട്ടെടുപ്പുണ്ടായാലും CP രാധാകൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുള്ളത് ഇന്നത്തെ അവസ്ഥയിൽ ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും മത്സരം ഒഴിവാക്കി ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ സ്റ്റാലിനോട്, MK സ്റ്റാലിനോടാണ് ഈ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് MK സ്റ്റാലിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ നടപടിയല്ല ഉണ്ടാകുന്നത്. MK സ്റ്റാലിൻ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കും എന്ന് ഈ ഘട്ടത്തിൽ കരുതുകയും വയ്യ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി വളരെ മോശമായ മറുപടിയാണ് എന്ന് നമുക്ക് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന് CP രാധാകൃഷ്ണനെ എതിർക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ MK സ്റ്റാലിന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല CP രാധാകൃഷ്ണനെ അംഗീകരിക്കാൻ സാധിക്കില്ല, അത് BJPയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നാണ് MK സ്റ്റാലിനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു തമിഴ്നാട്ടുകാരനാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണഘടനാ പദവിയിലേക്ക് എത്താൻ പോകുന്നത്. വലിയ തമിഴ് വാദം ഉയർത്തുന്ന ആളുകളാണ് ഈ MK സ്റ്റാലിൻ ഒക്കെ തന്നെ. തമിഴ് ഭാഷയും തമിഴ് സ്വത്വവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അത് ഏത് പാർട്ടിയിലുള്ള ആളായിരുന്നാലും ഈ അദ്ദേഹം തമിഴനാണ് എന്നുള്ള പരിഗണനയിൽ, തമിഴ്നാട്ടുകാരൻ ഈ ഭരണഘടനാ പദവിയിലേക്ക് വരുന്നു എന്ന പരിഗണനയിൽ പിന്തുണയ്ക്കാനുള്ള ബാധ്യത തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക പാർട്ടികൾക്കുമുണ്ട്. AIADMKയും മറ്റു പാർട്ടികളും ഒക്കെ തന്നെ ഇതിനോടകം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റാലിൻ, MK സ്റ്റാലിൻ ഈ അവിടെ കാണുന്നത് തമിഴ് വികാരമല്ല, നേരെ മറിച്ച് പാർട്ടി വികാരമാണ്. അവരുടെ ഇതുവരെയുള്ള എല്ലാ നിലപാടുകളെയും, തമിഴ് സ്വത്വത്തെയും തമിഴ് ഭാഷാ വികാരത്തെയും ഒക്കെ തന്നെ തള്ളിക്കളയുന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഒരു തമിഴ് ഒരു വാദമാണ് എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് പിന്തുണ നൽകേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ പരിശോധിച്ച് ആ ഒരു രീതിയിലേക്കാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പിന്തുണ തേടുന്നുണ്ട് BJP. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായിട്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിച്ചത്. CP രാധാകൃഷ്ണന് പിന്തുണ തേടിയാണ് സംസാരിച്ചത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.